ഇത്രയും കാലമായിട്ടും ഞാൻ അർഹിക്കുന്ന ഒരു സ്ഥാനമാനം ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അതൊരു നഗ്നമായ സത്യമാണ്. ഐ ഹാവ് ഹെൽപ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. അവരിൽ മിക്കവരുമൊക്കെ ഇന്ന് നല്ല നിലയിലൊക്കെ നിൽക്കുന്നവരാണ്. പക്ഷേ ആ സഹോദരങ്ങളൊന്നും എന്നെ തിരിഞ്ഞു നോക്കാറില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല. യു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. എക്സ്പെക്ട് ചെയ്ത കാര്യമില്ല. എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം എന്നുള്ള വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം, അതും ഇലക്ഷൻ്റെ സമയത്ത് ഒക്കെ സാറിനെതിരായിട്ട് ഉപയോഗിച്ചു. അത് ചെയ്യാനുള്ളവൻ ചെയ്തു, അത് അതിൻ്റെ പ്രതിഫലം കൊടുത്തോളൂ. ഞാൻ ഇത്തിരി ഔട്ട് സ്പോക്കൺ നേച്ചറുടെ ഒരു മനുഷ്യനാണ് പണ്ട് പോലെ. അതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമാ രംഗത്ത് കൂടുതൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരാത്തത്. മേഡ ഇലക്ഷന് വൈസ് പ്രസിഡന്റായിട്ട് നിന്നു. വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയത് ഇലക്ഷൻ നോമിനേഷൻ കൊടുത്ത് അനൗൺസ്മെന്റ് വന്ന് കിടക്കുന്ന കുറെ തല്ലിപ്പൊളി കുറെ എണ്ണങ്ങളുണ്ട്. TRP റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യും അവർ. മറ്റൊന്നല്ല, കൊന്നു ജീവിക്കുന്നവരാണ്, രക്തം കുടിച്ച് ജീവിക്കുന്ന കുറെ ചെന്നായികളാണ്. ഈ ശ്വേതാ മേനോനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളാണ് എഴുതിയത്, എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഡോക്യുമെന്റ് ചെയ്യപ്പെടാത്ത ഒരു പൊളിറ്റിക്സ് മലയാള സിനിമയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ കുറച്ച് കാലഘട്ടമായിട്ട് ഇതിനകത്തും കയറി തുടങ്ങി. പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലൊക്കെയും ഈ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സാറ് തന്നെയാണ്. അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമകൾ എടുക്കുന്നത്. ഐ ആം ആക്ച്വലി മാഡ് അബൌട്ട് മൂവീസ്. ഒരു കുഞ്ഞു കുട്ടി ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. ഇങ്ങനെ ഫോണും ഇങ്ങനെ നോക്കി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആഴങ്ങളിലേക്ക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സിനിമാ ഇൻഡസ്ട്രിയിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് 50 വർഷം പൂർത്തീകരിച്ച ഒരു വ്യക്തിയാണ്. 1974 to 2025. ആ യാത്ര നിസ്സാരമായിരുന്നില്ല. കുറേ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ എല്ലാം കടന്നുപോയി മലയാളികളുടെ ഇടയിൽ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു സ്ഥാനം കരസ്ഥമാക്കിയ ആ ഡിയറസ്റ്റ് versatile actor, producer നാസർ ലത്തീഫ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത്രയൊന്നും വേണ്ടായിരുന്നു. എന്നാ ഉണ്ട്, ആദ്യം വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്നാ സുഖമാണ് ഇട്ടിരിക്കുന്നോ? വിശേഷങ്ങൾ ഇങ്ങനെ പോകുന്നു, ദൈവാനുഗ്രഹം. ഇങ്ങനെ ചലത്തിക്കാ നാം ഗാഡി എന്ന് പറയില്ലേ. मुझे हिंदी नहीं मालूम. हिंदी नहीं मालूम, ठीक है, हिंदी में ही बात कर रहे हो ना? थोड़ा थोड़ा मालूम. बस है. ओके. സോ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വീട്ടിലാണ് അല്ലേ? ദിസ് എ വെരി പോസിറ്റീവ് ഹോം, അത് വേണം പറയാൻ. ബിക്കോസ് കയറി വരുമ്പോൾ തന്നെ കുറേ ചെടികൾ, ഒപ്പം തന്നെ കുറേ പോസിറ്റീവ് കോട്ട്സ്. ഈ ഒരു ലൈക്ക് ഓരോ പോസിറ്റീവ് ഓരോ വീടിനും വേണം എന്നുള്ള നിർബന്ധത്തിന്റെ പുറത്താണോ ഇതൊക്കെ ചെയ്തത്? അത് പറയുന്നില്ലേ, അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി വെറും അണുക്കളും പുഴുക്കളുമാണ്. ആസ് ഹ്യൂമൻ ബീങ്സ് വി അബ്സല്യൂട്ട്ലി ഹാവ് നത്തിങ് ഗ്രേറ്റ് അബൌട്ട് അസ്. സംബഡി അപ്പ് ദെയർ മേക്സ് യു ഗ്രേറ്റ്, വിച്ച് എവർ നെയിം യു കോൾ ഹിം. ദൈവമേ എന്ന് വിളിച്ചാലും, അള്ളാഹു എന്ന് വിളിച്ചാലും, കർത്താവ് എന്ന് വിളിച്ചാലും, ഈശ്വര എന്ന് വിളിച്ചാലും, എന്ത് പേര് കൊടുത്ത് വിളിച്ചാലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ അതിൽ വിശ്വസിക്കുന്ന ആളെയാണ് ഞാൻ. ഈ ജാതി മതത്തിനൊന്നും വലിയ സ്ഥാനമാനം കൊടുക്കാറില്ല. അപ്പം വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, വി ഓൾ ഹാവ് റെഡ് ബ്ലഡ് കമ്മിങ് ഔട്ട് ഓഫ് അസ്. ഒന്ന് മുറിഞ്ഞാൽ എല്ലാതെ പച്ചയും നീലയും ചുവപ്പും അല്ല, ചുവപ്പ് തന്നെയാണ്. എൻ്റെത് നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനപ്പെടാം. ഇഫ് ദ ദിസ് തിങ് ഇസ്, അതായത് അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് വോട്ടെവർ, ബ്ലഡ് ലൈൻ ശരിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. സോ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്, ദാറ്റ്സ് ഓൾ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു മൂവീസ്, സിനിമയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 50 വർഷം ഒരു ചില്ലറ കാലയളവല്ല. 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ആൻഡ് തീർച്ചയായിട്ടും ഒരുപാട് കഥാപാത്രങ്ങൾ, എന്താ പറയുന്നത്, മലയാളികൾക്ക് ഇഷ്ടമുള്ള എണ്ണി പറയാവുന്ന കഥാപാത്രങ്ങൾ ബിഗ് സ്ക്രീനിൽ നമുക്ക് തന്നിട്ടുള്ള ഒരാളാണ്. ബട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ അർഹിക്കുന്ന ഒരു അംഗീകാരം എന്നുള്ളത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടില്ല, സിനിമയിൽ നിന്ന് നമുക്കത് കിട്ടിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ 50 വർഷത്തിനിടയിൽ? അത് പറയുമ്പോഴും ഞാൻ ഈ കോട്ട്സിനോട് വളരെ താല്പര്യമുള്ള ആളാണ്. അത് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം കോട്ട്സ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരും. അതിലൊരു ഹിന്ദിയിലൊരു കോട്ടുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. അത് പറയുന്നത് ഇങ്ങനെയാണ്: അക്കേലാ ഹി ജാ റഹാ താ മേ ജാനബേ മൻസിൽ കി തറഫ്. അക്കേലാ ഹി ജാ റഹാ താ മേ ജാനബേ മൻസിൽ കി തറഫ്. ലോഗ് സാത്ത് ആത്തെ ഗയേ ഓർ കാർവാ ബൻതാ ഗയാ. അതായത് ഐ വാസ് ഓൾ അലോൺ ഇൻ മൈ ജേർണി. പീപ്പിൾ ജോയിൻ മീ ആൻഡ് ഇറ്റ് ബിക്കേം എ സെലിബ്രേഷൻ.
അപ്പോൾ അങ്ങനെയാണ് ഞാനൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് ആണ് എൻ്റെ ജനനം. എൻ്റെ ഫാദറിൻ്റെ ഫാമിലി, വി ഹാഡ് എ തിയേറ്റർ ദർ കോൾഡ് പട്ടം കൽപ്പന. അപ്പം അന്ന് അതിനോട് ചേർന്നാണ് എൻ്റെ തറവാടൊക്കെ ഉള്ളത്. സ്കൂളിൽ നിന്ന് നേരെ വന്നാൽ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് പോകും. അവിടെ സിനിമ സ്ലൈഡ് പ്ലേ ചെയ്യാനും ഫിലിം കറക്കാനും അന്നത്തെ ആ രീതികൾ അങ്ങനെയായിരുന്നല്ലോ. ഐ എം ടോക്കിംഗ് അബൌട്ട് മേ ബി 65 when you were not even been thought about. എക്സാക്ട്ലി. ഓക്കെ. അപ്പം അങ്ങനെ സിനിമയോടുള്ള പാഷൻ വർദ്ധിച്ച് ഒരേ സിനിമകളും 5, 8, 10 തവണ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിമിക്രി കാണിച്ച് നസീർ സാറും മധു സാറും സത്യൻ മാഷും ഒക്കെയാണ് അന്നത്തെ ഹീറോസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മണ്ടിപ്പെടേ പറഞ്ഞ് നസീർ സാറിനെയൊക്കെ കാണിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ഇവരൊക്കെയാണ് നമ്മുടെ റോൾ മോഡൽസ്. അങ്ങനെ കയറി വന്നു. പിന്നെ അതിനുശേഷം എൻ്റെ അമ്മയുടെ ഫാമിലി എറണാകുളത്തായതുകൊണ്ട് I shifted from Trivandrum to Ernakulam. After maybe I was 13 years or so, I came to Cochin. ഇവിടെ വന്ന് പിന്നെ ഇവിടെയായി ലൈഫ്. അപ്പോൾ അന്ന് മുതൽ സിനിമ ഒരു ജ്വരമാണ്. ഐ ഈറ്റ് സിനിമ, ഐ വാക്ക് സിനിമ, ഐ സ്ലീപ്പ് സിനിമ, ഐ റൺ സിനിമ, എവറിത്തിങ് ഈസ് സിനിമ. അത് അന്നും ഇന്നും എന്നും ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ്. ഈവൻ അറ്റ് ദിസ് ഏജ് എന്ന് പറയുമ്പോൾ ഏജ് ഇസ് ഓൺലി എ നമ്പർ. ഓൺലി എ നമ്പർ. പക്ഷെ ഇന്നും സിനിമയെ സ്നേഹിച്ചും അത്രയധികം സിനിമയെ മോഹിച്ചും ജീവിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും കാലമായിട്ടും ഞാൻ അർഹിക്കുന്ന ഒരു സ്ഥാനമാനം ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അതൊരു നഗ്നമായ സത്യമാണ്. തീർച്ചയായിട്ടും അതെന്തുകൊണ്ട് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ എൻ്റെ തന്നെ മിസ്റ്റേക്സ് അതിനകത്തുണ്ട്. അതായത് ഞാൻ വന്ന കാലഘട്ടത്തിൽ അധികം പണം ഉണ്ടായിരുന്നില്ല, ആർട്ടിസ്റ്റുകൾക്ക് അധികം പൈസ കിട്ടില്ലായിരുന്നു. അപ്പം ഫോർ സർവൈവൽ ഞാൻ ഏർലി മാരേജ് ആണ്. ഐ ഗോട്ട് മാരീഡ് വെൻ ഐ വാസ് 22. മൈ വൈഫ് വാസ് ജസ്റ്റ് 18 then. അപ്പം ആ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു, ഫാമിലിയൊക്കെ ആയപ്പോൾ ഐ ഹാഡ് ടു റൺ ഫോർ മണി. റെസ്പോൺസിബിലിറ്റീസ് ആയപ്പോൾ ദെൻ ഐ വെന്റ് ഇൻ ടു ബിസിനസ്. കുറേ കാര്യങ്ങൾ, കുറേ ബിസിനസ്സുകൾ ചെയ്തു. ആ കാലഘട്ടത്തിൽ സുനൈന എന്ന് പറഞ്ഞ റെഡിമെയ്ഡ് ഷോപ്പ് നടത്തി. വെരി വെൽ നോൺ ഷോപ്സ് ആ കാലത്ത്. ജീൻസൊക്കെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഞാനാണ്. അത് ജാടയായിട്ടോ വലിയ വാക്ക് പറയല്ല, സത്യമാണ്. അപ്പൊ അന്ന് മുതലൊക്കെ മമ്മൂക്കയും ലാലും ഇവരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു ഷോപ്പിൽ. അപ്പൊ കൊച്ചിൻ ഞാൻ ട്രിവാൻഡ്രത്ത് ഇവിടെ വന്നിട്ട് then I stopped my studies when I was in 8th standard. I am not a very well educated person. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയിട്ട് I went to Madras സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. അന്ന് എനിക്ക് 17 വയസ്സ് 18 വയസ്സേ ഉള്ളൂ. അവിടെ പോയി കിടന്ന് കുറേ സ്റ്റുഡിയോകളെല്ലാം കയറി ഇറങ്ങി. എറണാകുളം സ്റ്റുഡിയോ, AVM സ്റ്റുഡിയോ, ഭരണി, എല്ലായിടത്തും കയറി ഇറങ്ങുമായിരുന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും അവിടെ ആ സമയത്ത് കിട്ടാൻ സാധ്യതയില്ല. ഐ വാസ് വെരി സ്കിന്നി ദെൻ, വളരെ സ്ലിം ആയിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ചെറിയ എന്താ പറയുക എക്സ്ട്രാ ബിറ്റ്സ് റോൾസ് അവിടെ ഇവിടെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്തു. പിന്നെ ഒരു ബ്രേക്ക് കിട്ടിയത് PG വിശ്വംഭരൻ സാറിൻ്റെ പടം പോക്കറ്റ് അടിക്കായി. അതിനകത്ത് നമ്മുടെ രവികുമാറിൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ചു. നമ്മുടെ അടൂർ ബാസി ചേട്ടൻ്റെ ബ്രദറുണ്ട് ചന്ദ്രാജി, അദ്ദേഹമായിരുന്നു ഫാദറായിട്ട്. അങ്ങനെ അതിലഭിനയിച്ചു. പിന്നെ അങ്ങോട്ട് കുറേ നാൾ ഒരു കൊല്ലത്തോളം അവിടെ നിന്ന് ഇങ്ങനെ ട്രൈ ചെയ്തു. പക്ഷേ ഒന്നും കിട്ടാണ്ടായപ്പോൾ മടങ്ങി വന്നു. പിന്നെ ഒരു ചെറിയ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി. എൻ്റെ അങ്കിളുമാര് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നേ. ഈ കലാലയ ഫിലിംസ്, ബോക്സ് ഓഫീസ് ഫിലിംസ് എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റർ അബ്ദുല്ല സേഠനാണ് അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത്. അദ്ദേഹമുള്ളത് ഈ വിലക്കപ്പെട്ട ബന്ധങ്ങൾ, മനസ്സ്, ജലകന്യക, ഡോക്ടർ, മാണിക്യക്കൊട്ടാരം, കുറേയധികം സിനിമകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ സിനിമ എടുത്ത ബാബു സേഠ്, അദ്ദേഹം നമ്മുടെ ഒരു റിലേറ്റീവാണ്. അപ്പൊ അങ്ങനെ സിനിമയായിട്ട് കുറെ ഇതുള്ളതുകൊണ്ട് ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ആദ്യമായിട്ട് തുലാഭാരം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു, സെക്കൻഡ് റൺ. അത് പിന്നെ അതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് പടങ്ങൾ എടുത്തു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മാരേജ് ഫിക്സ് ചെയ്തു. കല്യാണം കഴിഞ്ഞപ്പം പിന്നെ ഒരു ഫാമിലിയായി. ദെൻ ഐ വെന്റ് ഇൻ ടു ബിസിനസ്. ഈ റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങി. പറഞ്ഞു വരുമ്പോൾ എല്ലാത്തിലും പറയില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ. എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. സിനിമയില് ഇപ്പം അവസരങ്ങൾ കൊടുക്കുക, വാങ്ങുക അല്ലെങ്കിൽ സഹായിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല സൗഹൃദങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സാറിന് വളരെ ലേറ്റ് ആയിട്ട് നല്ല പണികൾ കിട്ടുന്നതും ഇങ്ങനെ സൗഹൃദങ്ങളിൽ നിന്നാണോ എന്നൊരു സംശയമുണ്ട്. അതിപ്പം അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? വളരെ റീസെന്റ് ആയിട്ട് ഇപ്പം AMMയുടെ ഒരു ഇഷ്യൂ തന്നെ ആ ഒരു ഇഷ്യൂ പേര് മാറ്റല്ലേ? അമ്മ എന്നും അമ്മ തന്നെയാണ്. AMMA അല്ല, അമ്മ.
യെസ്, അമ്മയിലെ ആ ഒരു ഇഷ്യൂ അത് സാറിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? കാരണം ആ ഇഷ്യൂവിന് ശേഷം സാറ് പറഞ്ഞത് എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം എന്നുള്ള വളരെ പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യം, അതും ഇലക്ഷൻ്റെ സമയത്ത് ഒക്കെ സാറിനെതിരായിട്ട് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലൊക്കെ അത് പിന്നീട് സാറിന്റെ ലൈഫിനെയൊക്കെ എങ്ങനെയാണ് ബാധിച്ചത്? കാരണം ഇത്രയും ഒരു ഗുഡ് വിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊന്നും അങ്ങനെ ലൈഫിനെ ബാധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ചെയ്യാനുള്ളവൻ ചെയ്തു, ഞാൻ കർമ്മയിലേക്ക് വിട്ടു. അത് ദൈവം തമ്പുരാനുണ്ട്, അത് അതിൻ്റെ പ്രതിഫലം കൊടുത്തോളും. ഞാൻ ഇത്തിരി ഔട്ട്സ്പോക്കൺ നേച്ചറുടെ ഒരു മനുഷ്യനാണ് പണ്ട് മുതലേ. അതൊക്കെ തന്നെയാണ് എനിക്ക് സിനിമാ രംഗത്ത് കൂടുതൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരാത്തത്. ബിക്കോസ് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ ആരാണെന്ന് നോക്കില്ല, പറയും, മുഖത്ത് നോക്കി പറയും. അല്ലാണ്ട് സൂചിപ്പിക്കൽ പരിപാടി ഇല്ല. സത്യസന്ധതയോടുകൂടി സംസാരിക്കും. എന്നാൽ ആരെയും പാര വെച്ചിട്ടുമില്ല, ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല, ഇനി അങ്ങോട്ടും ചെയ്യാനുള്ള ആഗ്രഹമില്ല. ഇത് അമ്മയുടെ ഇലക്ഷന് നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. കുറേ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞു നിൽക്കണം. അങ്ങനെ എൻ്റെ പ്രസൻറ്റ് ഏജും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു മണി വൈസ് പ്രസിഡൻഷിപ്പിന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ നിൽക്കാം. വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നു. പക്ഷെ അതിന് ഇത്രത്തോളം ഒരു ബാക്ക് ഫയറിങ് ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൽക്കില്ലായിരുന്നു. എനിക്ക് അതിനകത്ത് കയറി ഒന്നും നേടാനില്ല. എനിക്ക് കുറച്ച് നന്മകൾ ചെയ്യണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ലാലിനെ പോലെ ഒരു വ്യക്തിത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ മമ്മൂക്ക കുറച്ച് ആളായിട്ട് പുള്ളി ഇല്ല, ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് നല്ലവരോടൊപ്പം ചേർന്ന് നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്യാമല്ലോ. അപ്പം ഞാൻ മമ്മൂക്കയായിട്ടോ ലാലായിട്ടോ കമ്പയർ ചെയ്യില്ല കേട്ടോ. ദേ ആർ പില്ലേഴ്സ് ഓഫ് ദി ഫിലിം ഇൻഡസ്ട്രി. അവരവരുടെ എന്താ പറയുക, വളരെ അധ്വാനം കൊണ്ട് വലിയ രീതിയിൽ കയറി വന്ന രണ്ട് സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് ദ മലയാളം ഇൻഡസ്ട്രിയാണ്. ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യില്ല. ഐ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് ടു ദം. ഞാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, ഒരു നന്മ ചെയ്യണം, നല്ലൊരു കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് ഇറങ്ങി. പക്ഷെ അത് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയത് ഇലക്ഷൻ നോമിനേഷൻ കൊടുത്ത്, ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു, കൊടുത്ത് അനൗൺസ്മെൻറ്റ് വന്ന് ദേ കിടക്കുന്ന ഉള്ള മഞ്ഞ വീഡിയോസ്. ഇപ്പോൾ മഞ്ഞ പത്രങ്ങളല്ലല്ലോ, ഇപ്പോൾ മഞ്ഞ വീഡിയോസാണ്. കുറേ തല്ലിപ്പൊളി കുറേ എണ്ണങ്ങളുണ്ട്. TRP റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യും അവർ, എന്ത് വൃത്തികേടും കാണിക്കും. എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറായ കുറേ ചാനലുകളുണ്ട്. അവർക്ക് TRP മതി, ക്യാരക്ടർ ഇല്ല. അവർ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നവരാണ്, മറ്റൊന്നല്ല കൊന്നു ജീവിക്കുന്നവരാണ്, രക്തം കുടിച്ച് ജീവിക്കുന്ന കുറേ ചെന്നായികളാണ്. അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു സുഹൃത്ത്, ഞാനിപ്പോൾ പേരും ഇതൊന്നും കഴിഞ്ഞു, ഞാൻ ഐ ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്. അതാണ് എൻ്റെ നേച്ചർ. ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്, ലീവ് ഇറ്റ് ടു കർമ്മ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അപ്പം ഞാനിതൊന്നും പ്രതികാരം എടുക്കാനൊന്നും ഞാൻ പോകാറില്ല. അപ്പം അത് ഈ 50 വർഷമായിട്ട് ദൈവം അനുഗ്രഹിച്ച് എപ്പോഴും ഒരു ജെന്റിൽമാൻ എന്നുള്ള ഒരു സ്ഥാനമാനം കിട്ടിയിട്ടുണ്ട്. സ്വയം പൊഴുത്തതല്ല കേട്ടോ. ഇന്ന് വരെ എന്നിൽ നിന്ന് ഒരു തെറ്റായ പ്രവൃത്തിയോ ഒരു സ്ത്രീപരമായിട്ടുള്ള തെറ്റായ രീതികളോ, എന്നോടൊക്കെ വളരെ ലേറ്റ് നൈറ്റ്സ് ട്രാവൽ ചെയ്ത എത്രയേ ആർട്ടിസ്റ്റുകളുണ്ട്, ലേഡി ആർട്ടിസ്റ്റുകൾ. അവർ പോലും എന്നെക്കുറിച്ചൊരു ചീത്ത അഭിപ്രായം പറയില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാനിപ്പോൾ എന്നെ പൊഴുത്തി പറയല്ല, മനുഷ്യനാണ് ഞാനും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പക്ഷെ ഇന്ന് വരെ അങ്ങനെ ഒരു തെറ്റായ ഒരു രീതിയിലേക്ക് പോകാനുള്ള മനസ്സ് ഉണ്ടായില്ല, ചെറുത്താൻ വന്നില്ല. ചെറുത്താൻ വരാത്ത വലിയൊരു കാര്യമുണ്ടോ? ഇത്ര നല്ലവനാണെങ്കിലും റോങ് ടൈമിൽ ഈ സാത്താൻ കയറി വന്ന അങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യൻ തെറ്റായ പ്രവൃത്തിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലഘട്ടമായിട്ട് അങ്ങനെ ഒരു ചീത്ത പ്രവൃത്തിയിലേക്ക് പോകാനോ ഒരു ചീത്ത പേര് നേടാനോ അങ്ങനെ ഒരു സാഹചര്യം ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയില്ല. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് എനിക്കൊരു മാനസിക വിഷമം ഉണ്ടായ സമയത്ത് വിളിച്ച് പറഞ്ഞതല്ല, ഒരു വോയിസ് ആയിട്ട് ഞാൻ വിട്ടു. ഇതെന്താ, ഇങ്ങനെയാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരെയാണോ ഇവർ പിടിച്ച് ഇപ്പം കൊമ്പത്തി ഇരുത്തിയേക്കണേ, വാട്ട് ഷിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി വേർഡ്സ്. സോറി, അങ്ങനെയൊക്കെ വേർഡ്സ് ചില സമയത്ത് വന്നു പോവും ആ ഒരു മാനസിക അവസ്ഥയിൽ. അത് ഞാൻ എൻ്റെ സുഹൃത്തിന് അയച്ച ഒരെണ്ണം അത് സൂക്ഷിച്ച് കയ്യിൽ വെച്ച് 1 വർഷത്തിന് ശേഷം, 1 വർഷത്തിൽ 8-9 മാസം, നിയർലി 1 ഇയർ, ഈ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് അതെടുത്ത് അങ്ങോട്ട് സ്കാമായിട്ട് ഉപയോഗിച്ച് എന്നെ ടെയിൻറ്റ് ചെയ്ത് എന്നെ കംപ്ലീറ്റ് കരിവാരി പുരട്ടി ഒരുമാതിരി ചീപ്പാക്കി. ഇപ്പോൾ AMA ആക്ച്വലി
ടൈറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു ലേഡി തന്നെയാണ്, ശ്വേത. ആൻഡ് അത് റെസ്പോൺസ് എന്തായിരുന്നു? അത് ഒരു എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു ആ സമയത്ത്. എൻ്റെ ഇത് വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതങ്ങ് മാഞ്ഞു പോയി. പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി വേറെ ഒന്ന് വന്നു. ഈ ശ്വേതാ മേനോനെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളാണ് എഴുതിയത്, എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞത്. വി ആർ ഓൾ കലാകാരന്മാരാണ്. ഇവരെയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ഇവരുടെ ഓരോ ചെറിയ ചെറിയ ന്യൂസ് പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊരു ആക്ടർ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല ആരും. ഒരു ആക്ടർ ആയതുകൊണ്ടാണല്ലോ ഇത്രത്തോളം വിവാദമായതും ഇത്രത്തോളം വൈറലായതും അത്. അപ്പോൾ പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഇന്നർ ലൈഫ് ഓഫ് എൻ ആക്ടർ, വാട്ട് ദേ ആർ ഡൂയിങ്. അത് നാച്ചുറലി ഇല്ലായ്കയില്ല. എല്ലാവർക്കും അതിലേക്ക് കടന്നു പോകണം. അതിങ്ങനെ തുരന്നെടുന്ന് അതിൽ നിന്ന് ഇങ്ങനെ മാന്തി എടുക്കണം. അത് ഇപ്പം ഒരിടയ്ക്ക് മറ്റേ ഹേമ കമ്മീഷനായിരുന്നു, അതൊരു വലിയൊരു വിഷയമായി മാറി. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന, അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, TRP കൂട്ടാനുള്ള ഓരോ പരിപാടികൾ. അപ്പം ശ്വേതാ മേനോൻ ഈസ് ഓൾസോ വെരി ഏബിൾ ലേഡി, എഫിഷ്യൻറ്റ് ലേഡി. അപ്പോൾ അവർ അമ്മയിലേക്ക് വന്ന് നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ടീമും നല്ലതാണ്. ഞാനതിൽ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ടീം മോശമാണെന്ന് ഞാൻ പറയില്ല. നല്ലൊരു ടീം. ശ്വേതാ മേനനുണ്ട്, കുക്കു പരമേശ്വരനുണ്ട്, സരയ്യുണ്ട്, അൻസിബയുണ്ട്, പിന്നെ ആണുങ്ങളിൽ സോമിനി നമ്മുടെ ജയൻ ശരത്തിലയുണ്ട്, ഉണ്ണി ശിവപാലുണ്ട്. എല്ലാം നല്ല നല്ല കഴിവുള്ള ആൾക്കാർ, നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാം. അപ്പം ഞാൻ സോറി കേട്ടോ, ഇനിയിപ്പോൾ ആരുടെയും പേരെടുത്ത് സഡനായിട്ട് ഓർമ്മ വന്ന പേരുകളാണ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരും വളരെ കഴിവുള്ള വ്യക്തിത്വങ്ങളാണ്. ഇപ്പം പുതിയതായിട്ട് വന്ന കുട്ടികൾ പോലും അതിനകത്ത് ഇപ്പം അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ തുടക്കം തന്നെ വളരെ ഭംഗിയായിട്ടാണ് അവർ കാണിച്ചത്. അപ്പം അതൊക്കെ നല്ല കാര്യം. നല്ലവർ വരട്ടെന്നേ. നമുക്കിതിനകത്ത് അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല. നല്ലവർ വരട്ടെ, നന്മ ചെയ്യട്ടെ, അമ്മയ്ക്ക് നന്മകൾ ഉണ്ടാവട്ടെ. അമ്മ ഒരു നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അമ്മ ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് ഗുഡ് ഫോർ ദ പുവർ. അതിൽ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്രയേ കൂട്ടർക്ക് മാസം തോറും 5000 രൂപ കൊടുക്കുന്നു കൈനീട്ടം. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കുന്നു, ഇൻഷുറൻസ് ഉണ്ട്, ഇങ്ങനെ വേണ്ട എന്തൊക്കെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു വീട്ടിൽ. ഏതൊരു ഓർഗനൈസേഷൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഒരു കലാകാരന്മാരുള്ള ഓർഗനൈസേഷൻസ് ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഉണ്ടല്ലോ, എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. പക്ഷെ നമ്മുടെ അമ്മ ചെയ്യുന്ന പോലെ ഒരു സൽപ്രവൃത്തികൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ചെയ്യുന്നില്ല. അത് ഇനിയും അങ്ങോട്ടേക്ക് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അത് വെദർ ഐ കം ഓർ എനിബഡി എൽസ് കം, അവർ ഇൻറ്റൻഷൻ ഈസ് ടു ഡു ഗുഡ് ഫോർ അതേഴ്സ്, ഗുഡ് ഫോർ ദ ആർട്ടിസ്റ്റ് ഹു ആർ പാർട്ട് ഓഫ് അവർ ഫാമിലി. അതാണുള്ളത്. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, അതായത് നമുക്ക് ഒരു ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാത്ത ഒരു പൊളിറ്റിക്സ് മലയാള സിനിമയിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതില്ലാത്ത ഒന്നുമില്ലല്ലോ. അതില്ലാത്ത ഒരു മേഖലയില്ല. ഏത് രംഗത്താണ് പൊളിറ്റിക്സ് ഇല്ലാത്തത്? എല്ലാം. അത് സിനിമയെ മാത്രം എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. സിനിമയ്ക്കകത്തും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ സിനിമയ്ക്കകത്ത് അത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ കലാകാരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജാതി മതമില്ല, ഉണ്ടാവാൻ പാടില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ കുറച്ച് കാലഘട്ടമായിട്ട് ഇതിനകത്തും കയറി തുടങ്ങി അഴുക്ക്. ദിസ് ഇസ് ഡേർട്ട്. ഈ പൊളിറ്റിക്സും ഈ ഇന്നർ പൊളിറ്റിക്സ് ഇതൊക്കെ ഡേർട്ടാണ്. ഡേർട്ടി പൊളിറ്റിക്സ് എന്നൊരു വാക്ക്, ഡേർട്ടി പൊളിറ്റിക്സ് അത് പാടില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം? കലാകാരന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷിച്ചും ചിരിച്ചും അങ്ങനെ ഒരു ജീവിതമാണ് അവരുടെ. ദാറ്റ്സ് വൈ മോസ്റ്റ് ഓഫ് ദം ഡോണ്ട് ഗെറ്റ് ഓൾഡ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ വേറൊരു സെക്ഷൻ ഓഫ് പീപ്പിളിനെ നോക്കിക്കഴിഞ്ഞാൽ കലാകാരന്മാരിൽ കൂടുതലും ആൾക്കാർ അവരുടെ ഒരു യുവത്വം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാറുണ്ട്. അത് കുറേ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആവാം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നന്മകൾ, സന്തോഷം, അങ്ങനെയൊക്കെ ഉള്ളൊരു പോസിറ്റിവിറ്റി ഉള്ളിലുണ്ട്. ഇപ്പം ലാൽ എന്നൊക്കെ പറഞ്ഞാൽ സച്ച് എ പോസിറ്റീവ് പേഴ്സൺ. ലാലൊക്കെ സെറ്റിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് ഒരു ഓറയാണ്, ഒരു ലൈറ്റാണ്, പോസിറ്റിവിറ്റി. മമ്മൂക്കയാണെങ്കിലും അത്. ഇവരൊക്കെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് 1 or 2, എവ്രിബഡി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വി ആർ ഓൾ ലൈക്ക് ദാറ്റ്. പിന്നെ പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴും മാറിയെന്ന് വെച്ചാൽ അന്ന് വി വർ ഓൾ സോ ടുഗദർ. ഈ കാരവാനിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് പങ്കിടുക, ഫുഡ് ഒരുമിച്ച് കഴിക്കുക. ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി കാരവാൻ വന്നതോടുകൂടി എല്ലാവരും ഇങ്ങനെ ഒറ്റപ്പെട്ട്
അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഈ കാരവാന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, കാലം മാറിയതിനനുസരിച്ച് മലയാള സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അല്ലെങ്കിൽ എടുത്തു പറയുന്നത് ഈ കാരവാൻ ഒരു സംസ്കാരമാണോ? പക്ഷെ അതിൻ്റെതായ ഗുണങ്ങളുമില്ലേ? കാലം മാറി, കളി മാറി. നാച്ചുറലി അന്നൊക്കെ സ്ത്രീകളൊക്കെ ഒരു വീടില്ലെങ്കിൽ അവർക്കൊരു ബാത്റൂമിൽ പോകാനോ പിടിക്കാനോ, പുരുഷന്മാർക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് മാറാനോ ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടി കുറേയധികം നമ്മൾ ബുദ്ധിമുട്ടിണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഒരു പ്രൈവസിയായി. പക്ഷേ ഈ കാരവാനൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും അതിനകത്ത് മാത്രം കയറി ഇരിക്കാണ്ട് കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സൗഹൃദങ്ങളൊക്കെ പങ്കിടാം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുമ്പം അന്ന് പഴയ കാലഘട്ടത്തിലൊക്കെ പ്രൊഡ്യൂസർ വാസ് ഗോഡ്. പ്രൊഡ്യൂസറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇന്ന് പ്രൊഡ്യൂസറിന് അത്ര വലിയ സ്ഥാനമാനങ്ങളില്ല. ഇന്ന് ഒരു സ്റ്റാറാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഒരു മെയിൻ അതിനകത്തുള്ളൊരു സ്റ്റാർ, വെദർ യു കോൾ ഹിം സൂപ്പർ സ്റ്റാറോ എനി സ്റ്റാർ, അതൊക്കെ പേരുകൾ കൊടുക്കുന്നതല്ലേ. എന്ത് സ്റ്റാറാണെങ്കിലും ഒരു മെയിനായിട്ടുള്ള അതിൻ്റെ സ്റ്റാറാണ് മിക്ക കാര്യങ്ങളുമൊക്കെ ഇപ്പം ഡിസൈഡ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതില്ലാത്തത് കൊണ്ട് കേട്ടോ, മൊത്തം അങ്ങനെയാണെന്നല്ല പറയുന്നത്. ബട്ട് നാച്ചുറലി ബീയിങ് ദ ഹെഡ് ഓഫ് ദി ടീം, ഇറ്റ് ഈസ് ത്രൂ ഹിം ദാറ്റ് ദ മൂവി ഈസ് മാർക്കറ്റഡ്. ഒരു സിനിമ സക്സസ് ആവണമെങ്കിൽ ഇവർ വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പം നാച്ചുറലി അവരുടെ കുറച്ച് അഭിപ്രായങ്ങൾ കേട്ടേ പറ്റൂ. അത് കേട്ടാലേ അവർ ഡേറ്റ്സ് കൊടുക്കുകയുള്ളൂ. ഇന്നിപ്പം മിക്കവരും ഒക്കെ പുറത്തു പോയി അഭിനയിക്കുന്നില്ലല്ലോ. അവരൊക്കെ അവരുടെ ഓൺ പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്, സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് കമ്പാരിറ്റീവ്ലി ലോവറായി. പിന്നെ ഇപ്പോൾ ഉള്ള പ്രൊഡ്യൂസേഴ്സ് മിക്കതുമൊക്കെ ഈ വലിയ സ്റ്റാർസിനെ വെച്ച് ചെയ്യാന്നുള്ള ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ. അപ്പോൾ കുറേ താഴെ ലെവലിലുള്ള ആക്ടേഴ്സിനെ വെച്ചാണ് സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാനെപ്പോഴും ഐ എം ഡൂയിങ് സ്മോളർ മൂവീസ്. എനിക്ക് ബിഗ് മൂവി പോയിട്ട് ഐ എം ടെൻസ്ഡ്. അത് ഒരു വലിയ റിസ്ക്കാണ്. വല്ലപ്പോഴൊക്കെ വലിയ സക്സസ് ആവുന്നില്ല. ഇപ്പം മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു 200 സിനിമ ഒരു വർഷത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ 180 സിനിമയും കോസ്റ്റ് കവർ ചെയ്യാത്തതാണ്. ഒരു 20 സിനിമയായിരിക്കും അതിൽ വിജയിക്കുന്നത്. 20 സിനിമയിൽ സൂപ്പർ ഹിറ്റ് ആവുന്ന ഒരു 3 എണ്ണമായിരിക്കാം. അപ്പം അതുപോലെയൊക്കെ വീണ് കിട്ടുന്ന ചില സന്ദർഭങ്ങൾ. ഇപ്പം ലോക എന്ന് പറഞ്ഞ് വന്നേക്കുന്ന പടം, അതിന് മുമ്പ് തുടരും. ദീസ് ആർ ഓൾ ഒരു മാസീവ് ഹിറ്റ്സ് ആണ്. അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. ദാറ്റ്സ് ഹൗ ദ ഓഡിയൻസ്, മെയിൻ തിങ് ഇസ് ദ ഓഡിയൻസിന്റെ പൾസ്. അത് എങ്ങനെയാണ് അവരുടെ പൾസ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് ഇങ്ങനെ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിക്കുകയാണ്, പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലൊക്കെയും ഈ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് സാറ് തന്നെയാണ്? ഞാൻ സെൻട്രൽ ക്യാരക്ടർ. ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് ഇലയിൽ ആരും വിളമ്പി തരാത്തതുകൊണ്ട് സ്വന്തം ഇല വിളമ്പി കഴിക്കുകയാണ്. അപ്പൊ എനിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമകൾ എടുക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ചോദിക്കട്ടെ, ക്യാരക്ടേഴ്സിന് വേണ്ടി, അവസരങ്ങൾക്ക് വേണ്ടി വിളിക്കാറോ സംസാരിക്കാറോ ചോദിക്കാറോ ഉണ്ടോ ആളുകളുടെ അടുത്ത്? ഇപ്പോഴും നല്ല സൗഹൃദം ഇത്തിരി പിന്നോട്ട് ആ കാര്യത്തിൽ. അത് എൻ്റെ സിനിമാ രംഗത്തുള്ള ഫ്രണ്ട്സ് തന്നെ പറയും, എന്തേ താൻ വിളിക്കാത്ത, മറന്നുപോകും ചില സമയത്ത്. അതൊരു മടിയാണ്. കാരണം എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് കൊടുത്ത് ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു അംഗമാണ്. ഇങ്ങനെ മേടിച്ചിട്ടുള്ള പരിചയം കുറവാണ്. ചോദിക്കുന്നുണ്ട്, തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ചോദിക്കണം, എന്നാലേ നിലനിൽപ്പുള്ളൂ. എല്ലാം ഒരു സർക്കിളാണ്. എല്ലാവർക്കും ഓരോരോ സർക്കിളുകളുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്കും ക്യാരക്ടേഴ്സ് ഉണ്ടാവും, നമ്മളെ വരും. അതെ, ഒരു ടീമാണ്, ഓരോ സെക്ഷൻ ഓഫ് ഒരു. അത് പണ്ടുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം പണ്ട് മമ്മൂക്ക, ജോഷി സാറ്, മറ്റേ കൊച്ചിൻ ഹനീഫ, ഇങ്ങനെയൊക്കെ ഒരു ജൂബിലി ജോയ്, അവരൊരു ടീമുണ്ടായിരുന്നു. ഇപ്പുറത്തെ മാര്യത്ത് രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി, ഷാജി കൈലാസ്, ഇങ്ങോട്ട് മാറി പ്രിയദർശൻ, മോഹൻലാൽ, ശ്രീനിവാസൻ. ആ ഒരു ടീമാണ്. ഒരു ടീമാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകുന്നത്. അതാണ് ഒരു സക്സസ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ നല്ല സമയങ്ങളിലെല്ലാം എനിക്ക് ഇതിനകത്ത് ഇറങ്ങാനും ആ ടീമിലേക്ക് പോയി പെടാനും അങ്ങനെ ഒന്നുമുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കിട്ടിയില്ല. ഐ ഡോണ്ട് കോൾ ഇറ്റ് ബാഡ് ലക്ക്, ഐ കോൾ ഇറ്റ് ഓക്കെ വിധി. പക്ഷെ അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് ഐ ആം സേഫ് ഇൻ മൈ ഓൺ പൊസിഷൻ. ഞാൻ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു സ്ഥാനമാനത്ത് ഇരിക്കുന്നു. അത് എന്നെ വലിയ അനുഗ്രഹമാണ്. എല്ലാം ബോണസാണ്. ഇനി അങ്ങോട്ട് കിട്ടാനുള്ളതും ബോണസാണ്. അപ്പം എല്ലാവർക്കും എല്ലാമായി തീരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലതൊക്കെ നമുക്ക് വിധിച്ചേക്കുന്നത് ഇന്നും വന്നു ചേരാനുണ്ടെങ്കിൽ വന്നു ചേരും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. ലെറ്റ്സ് സീ. ഈ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമല്ല, താരസംഘടനയിലെ ആക്ച്വലി ഈ സ്ഥലം
ത്തിൻ്റെ ഒരു പ്രശ്നത്തിലും ഇങ്ങനെ ഒരുപാട് പേരുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ഭൂമി വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ. ഇല്ല, അങ്ങനെയൊന്നുണ്ട്. അതെന്താ, അതൊരു അതും വേറൊരു വെറുതെ അങ്ങോട്ട്. എനിക്ക് ആ 7 പുന്ന ഈ എന്താ പറയുന്നത്, സ്ഥിരമായിട്ട് താരസംഘടനയുമായി ബന്ധപ്പെട്ട് സാറിന്റെ പേരിങ്ങനെ വരുന്നു, അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അതിനെ ചെയ്യാൻ മാറ്റുന്നു. പറ്റും. അതെ, എന്തോ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ ചെമ്പരത്തി പൂവാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ഞാൻ എന്ത് പറയാനാണ്. ഞാൻ അന്നും എൻ്റെ ഒരു 10-20 സെൻറ്റ് സ്ഥലം ആ 7 പുന്നെ കിടപ്പുണ്ടായിരുന്നു. ഞാനവിടെ ഒരു ചെറിയ ഫാം പോലെ ചെയ്യാൻ മേടിച്ചതാണ്. പിന്നെ ദൈവം തമ്പുരാൻ തോന്നിച്ചു എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാം. അപ്പം ഞാൻ അമ്മയെ പോയി, അമ്മയുടെ മീറ്റിങ്ങിൽ അന്ന് മമ്മൂക്ക ഉണ്ടായിരുന്നു, അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. അന്ന് അവിടെ വെച്ച് ഞാൻ അനൗൺസ് ചെയ്തു, ഈ 20 സെൻറ്റ് സ്ഥലം ഞാൻ പാവപ്പെട്ടവർക്ക്, നമ്മുടെ സിനിമാ രംഗത്തുള്ള അവർക്ക് ഞാൻ വിട്ടുകൊടുക്കാം, അവർക്ക് വീട് പണിയാൻ വേണ്ടി. അങ്ങനെ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റും പേപ്പറും എല്ലാം കൊണ്ട് നമ്മുടെ ഇടവേള ബാബുവിന് കൊടുത്തു. ഇവർക്കെല്ലാം കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒന്നും മുന്നോട്ട് പോയില്ല കാര്യങ്ങൾ. അപ്പോൾ അവർ പോയി നോക്കിയിട്ട് പറഞ്ഞത് അവിടെ പണിയാനുള്ള ഒരു സൗകര്യമില്ല, അത് എന്തോ ഇത്തിരി ചതപ്പുള്ള സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ എനിക്കറിയില്ല, അത് നടക്കാണ്ട് പോയി. അന്നും എന്തൊക്കെ കോൺട്രവേഴ്സികൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, എനിക്കറിയില്ല. ഐ വാസ് ഡൂയിങ് ഗുഡ് ഓൺലി, നോട്ട് ബാഡ്. എന്നിട്ട് ഞാനത് അത് സ്വന്തമായിട്ട് തന്നെ അവിടെ നമ്മളിപ്പോൾ ഒരു 5 വീട് പണിതു. 5 വീട് പണിതു. ഐ ഡോണ്ട് വാണ്ട് ടു ബി ഓൺ റെക്കോർഡ് ഫോർ ഓൾ ദിസ്. അതിപ്പം ഇനി അത് നന്മകൾ വിളിച്ച് പറയണമെന്ന് പറയും. അതല്ല, ദൈവം അനുകരിച്ച് അവിടെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സ്ഥിതിക്ക് അവിടെ ഒരു ചതപ്പും ഇല്ല, ഒന്നുമില്ല. ദൈവം അനുകരിച്ച് 5 വീടുകൾ പണിതു. 2 മുസ്ലിംസ് ഉണ്ട്, ഒരു ഹിന്ദു ഉണ്ട്, 2 ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടെയും ജാതി നോക്കിയിട്ടല്ല ചെയ്തത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മളോട് ബന്ധപ്പെട്ട് പരിചയമുള്ള കുറച്ച് പേരെ കണ്ടെത്തി അവർക്ക് ദേ ആർ ലിവിങ് ദെയർ വെരി ഹാപ്പിലി, സന്തോഷമായിട്ട് ജീവിക്കുന്നു. നമുക്കും അത് കണ്ട് സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇത് വിവാദങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പാർട്ട് ഓഫ് ലൈഫല്ലേ. എല്ലായിടത്തും എല്ലാം നല്ലത് തന്നെ നമുക്ക് പറയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു 80% കിട്ടിയാൽ തന്നെ ലാഭമാണ്. 80% ജീവിതത്തിൽ നന്മ കിട്ടിയാൽ ലാഭം. 20% ലീവ് ഇറ്റ്. അതിപ്പോൾ ദൈവം തമ്പുരാൻ മോളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നാലും 10% പറയും ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അമ്മയെ തല്ലിയാലും 2 വർഷങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മൾ ബോധർ ചെയ്തിട്ട് കാര്യമില്ലാന്നേ. ഇതിലേ കേൾക്കുക, ഇതിലേ വിടുക. ഹൃദയത്തോട് എപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും? അതിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന 2-3 കഥാപാത്രങ്ങൾ ഞാൻ വളരെ ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. ഒന്ന് ഈ കുറുപ്പിൻ്റെ കുഴിമാടം, അതിനകത്തൊരു ക്യാരക്ടറാണ്. അത് ഞാൻ ക്യാരക്ടർ വെളിപ്പെടുത്തുന്നില്ല, പറയാൻ പാടില്ല സിനിമയ്ക്ക് മുമ്പ്. അതുപോലെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ, അങ്ങനെ ഈ 2 പടങ്ങളാണ് ഇപ്പോൾ ഉടൻ. പിന്നെ ഒരു കച്ച്വ എന്ന് പറഞ്ഞൊരു പടം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറൊരു ഡോക്ടർ ബിനിരാജ്, അതൊരു കൂനൻ്റെ കഥയാണ്. അതായത് ഇറ്റ്സ് അബൌട്ട് കച്ച്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടോയ്സ്, ആമ. അത് ഉപ്ലയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പടമാണ്. അപ്പം അത് ഒരു ഭയങ്കര രസകരമായ ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് 2-3 ക്യാരക്ടർ ഇപ്പം വന്ന് നിൽപ്പുണ്ട്. ഇപ്പം അതിലേക്കാണ് മനസ്സ് മുഴുവൻ നിൽക്കുന്നത്. എങ്കിൽ വേറെയും ഇങ്ങനെ പ്രതീക്ഷകൾ ഉണ്ട്. എല്ലാ ദിവസവും ഈ ഫോൺ 24 hours എൻ്റെ കയ്യിലാണ്. ഇവിടെ ഇങ്ങനെ വെക്കില്ല. ഏത് സമയത്താണ് ഫോൺ വരുന്നതെന്ന് അറിയില്ല. ആകെ വളരെ കൊതിയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പുതിയ ഭയങ്കരമായ കൊതിയൻ. അതായത് ഒരു കുഞ്ഞു കുട്ടി ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇന്ന് കിട്ടും, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും. ഇങ്ങനെ ഫോണും ഇങ്ങനെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുറുപ്പിന്റെ കുഴിമാടം ശരി, വേറെ 2 പ്രൊജക്റ്റുകൾ കൂടി അല്ലേ? പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ, പിന്നെ ഇപ്പം റെഡ് അലർട്ട്, അതൊരു വേറൊരു രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇതെല്ലാം സ്ക്രീനിൽ ഹിറ്റ് ആവട്ടെ, ജനങ്ങൾ ഏറ്റെടുക്കട്ടെ. ഇനിയും ഒരുപാട് അവാർഡ്സ് ലൈക്ക് ബ്ലാക്ക് ലേഡിനെയൊക്കെ കൈപിടിച്ച് ഇങ്ങനെ നിൽക്കാൻ നമ്മൾക്ക് മലയാളികൾക്ക് അഭിമാനമായിട്ട്, ഇന്ത്യക്ക് അഭിമാനമായിട്ട്. സോ സ്വീറ്റ് ഓഫ് യു. സോ മധുരം ഒന്നും ഇവിടെ ഇല്ല, കുഴപ്പമില്ല, കഴിഞ്ഞിട്ട് തന്നാൽ മതി. So sweet for the sweet words. Thank you so much, sir, and it's an absolute pleasure ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിൽ. Very nice talking to you. You are also very positive girl. Thank you so much. And very glamorous also. സിനിമയ്ക്കകത്തൊക്കെ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് വന്നൂടാ ഹീറോയിൻ ആയിട്ട്? Not my cup of tea, sir. Not your cup of tea. Try the tea, you will like it. Inshallah. Okay. Thank you so very much, sir. God bless you. എല്ലാവിധ ആശംസകളും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എന്തെങ്കിലും
തെറ്റായ വാക്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കുക, ക്ഷമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.